മലയാള സിനിമയിലെ ആക്ടേഴ്സിനെ പലപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് ഒരു വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആക്ടേഴ്സിന്റെ കൊണ്ട് ഇപ്പൊ മമ്മൂക്കാടെ വിഷയം വരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് ആരൊക്കെയോ എന്തൊക്കെയോ സിനിമയെ തകർക്കാൻ, ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. മമ്മൂക്ക പോലെ പല പുഴുവിന്റെ കേസിൽ മമ്മൂക്കയെ പോലൊരു ആക്ടറെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുക വിഷയം അറിയാമോ? ഞാനിപ്പോ പത്രം വരുത്തുന്നതാണ്, ഞാൻ ഹെഡ്ലൈൻ വായിക്കും, എന്നിട്ട് ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ വായിക്കുന്നുള്ളൂ ഡീറ്റെയിൽ. ഞാൻ അങ്ങനെ മാത്രമേ വായിക്കാറുള്ളൂ. കാരണം എനിക്ക് ആവശ്യമുള്ള മാത്രം ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്ത ഞാൻ എൻ്റെ ബ്രെയിനിൽ സൂക്ഷിക്കാറില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമുക്കൊരു മനുഷ്യന് 24 മണിക്കൂറാണ് ഒരു ദിവസം കിട്ടുന്നത്. ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ ചിന്തിക്കാറില്ല, സംസാരിക്കാറില്ല, സൂക്ഷിക്കാറില്ല. സംസാരിച്ചോട്ടെ, ആവശ്യമില്ലാത്ത സംസാരിക്കാതിരിക്കുക അല്ലേ? നമുക്കല്ലാതെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. മലയാള സിനിമയെ സംരക്ഷിക്കാൻ എല്ലാവരും നോക്കണ്ട അല്ലേ? അതല്ലേ പറഞ്ഞത്? എന്നാ മറുപടി അത്രോ. സുഹൃത്ത് ചോദിച്ച ഈ ചോദ്യത്തിന്റെ അതിലൊരു വാസ്തവമുണ്ട്. നമ്മുടെ സമൂഹത്തിലെ നിർഭാഗ്യകരമായ ചില പ്രവണതകൾ, ചില ചേരിതിരിവുകൾ ഉണ്ടാകുന്നുണ്ട്. അത് താരങ്ങളെ കേന്ദ്രീകരിച്ചു അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംസാരിക്കുന്ന നമ്മളാരും അത് കേൾക്കാനോ അങ്ങനെ ചിന്തിക്കാനോ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മുടെ സമൂഹത്തിലെ ചില പ്രതിഫലനങ്ങളാണ്. ആ കാലം ഒരു കാലം ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങളാണ്. അതുകൂടി ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രമേയമാണ്. ഈ സിനിമയിലെ അന്തർമാൻ എന്ന കഥാപാത്രം ചെന്നെത്തുന്ന ഒരു പ്രതിസന്ധിയുണ്ട് സിനിമയുടെ ഒരു ഘട്ടത്തിൽ. അത് ഇതുകൂടിയാണ്. അത് കാരണം നമ്മുടെ സമൂഹത്തിൽ എന്താണോ നടക്കുന്നത് അത് പ്രതിഫലിക്കുന്നുണ്ട്. അത് അന്തർമാൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഈ സിനിമ. അത് ആ ചോദ്യത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ അതുപോലെ ഈ സിനിമ സിംഗ് സൗണ്ട് ചെയ്ത ഒരു സിനിമയാണ്. ശബ്ദത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന സിനിമയാണ്. അത് തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അതുകൂടി ഈ കൂട്ടത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ കൂടത്തെ ഒരു ചോദ്യം, കാരണം ഇപ്പം ഇത്രയും നാളായിട്ടും ഇപ്പം ഇവിടെ ഉള്ളവരാണെങ്കിൽ പോലും നന്നായിട്ട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ മമ്മൂക്കിക്ക് ഒരു നല്ല പിന്തുണ കൊടുക്കാനോ തയ്യാറാവുന്നില്ലായിട്ട് തോന്നുന്നു. അപ്പം അത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു അജണ്ടയുടെ ഭാഗമാണത്? ഒന്നുകൂടി പറയും. അതായത് ഇപ്പൊ മമ്മൂക്ക ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ ഒരു സിനിമ എടുക്കുന്നതും ചില സിനിമകൾ എടുക്കുന്നതും ഒക്കെ പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെക്ക് പ്രതികരിക്കാത്തതും ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് ചോദിക്കുന്നത്. നമ്മളിപ്പം മമ്മൂട്ടിയെ പോലെ ഒരു വലിയ ഒരു പ്രതിഭാശാലിയായ വലിയ പ്രസ്ഥാനം തന്നെയാണ്. അദ്ദേഹത്തെ പോലത്തെ ഒരു ആൾക്കെതിരെ വരുന്ന വിമർശനത്തിന് ഞങ്ങളൊക്കെ ഞാനൊരു വളരെ സാധാരണക്കാരനായ നാട്ടുപുറത്തൊരു മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് അതിന് മറുപടി പറഞ്ഞാൽ എൻ്റെ ഒച്ച എവിടെയും കേൾക്കുമോ? ഞാൻ ഇപ്പം എൻ്റെ സിനിമയെക്കുറിച്ച് പറയാൻ വന്നതുകൊണ്ട് ഇത്രയും ആളുകൾ കേൾക്കുന്നു എന്നല്ലാതെ എനിക്കതിനെക്കുറിച്ച് അഭിപ്രായമുണ്ട്. ഞാനത് എൻ്റെ സമീപത്ത് പറയുന്നുണ്ടാവും, എനിക്ക് കിട്ടുന്ന വേദികളിൽ പറയുന്നുണ്ടാവും. അതിനേക്കാൾ വലിയ അത് പറയേണ്ട ആളുകൾ ഉണ്ടാവാം. ചില ആളുകൾ ചിലപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയും കൂടി, ഇത് വ്യവസായം കൂടിയാണ്. അപ്പോൾ അതിനകത്ത് പല ആളുകളും തലയിട്ട് അഭിപ്രായം പറയാൻ ശ്രമിക്കില്ല. അതൊക്കെ അതിൻ്റെ ഭാഗമല്ലേ. സിനിമ എന്ന് പറയുന്ന കോടികൾ മറിയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിനകത്ത് ചില ഇമേജുകൾ നിലനിർത്താൻ വേണ്ടി ആളുകൾ ശ്രമിക്കും. എന്തായാലും സാധാരണ ജനങ്ങൾ അതൊന്നും എടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ന്യൂനപക്ഷം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ചേരിതിരിവൊക്കെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇത്രയും നാൾ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ എഴുതുന്നുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഇതുപോലുള്ള കഥാപാത്രം ജനങ്ങളെ ഏറ്റെടുക്കാൻ വൈകിപ്പോയി. അപ്പം ഇതൊരു ബ്രേക്ക് നൽകുന്ന ഒരു കഥാപാത്രമായിരിക്കും. ഇൻട്രൻസ് ഓഫ് ദ ഹോം എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ബ്രേക്ക് തന്നൊരു സിനിമയായിരുന്നു. അപ്പോൾ അത് പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ മൂവിയായിരുന്നു. ഇന്ന് ടർബോ പോലുള്ള വൻ പടങ്ങൾ ഓടുമ്പോൾ ഈ സിനിമ ഇപ്പം തന്നെയാണ് ഇറക്കാൻ പറ്റിയ ടൈം എന്ന് തോന്നുന്നുണ്ടോ? ഈ സിനിമ ഇറക്കുന്നത് നടനല്ല, പ്രൊഡ്യൂസറും ഡയറക്ടറും തീരുമാനിച്ചിട്ടാണ്. നമുക്ക് കിട്ടുന്ന വിഷമം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിലേക്കത് തരുമ്പോൾ അത് നമ്മളെ ആടി തീർക്കുകയാണ് അവിടെ. ഇത് എപ്പോഴാണ് ഇറക്കേണ്ടത്? ഞാൻ ഇപ്പം പറഞ്ഞ കാര്യമാണ്. അത് എപ്പോഴാണ് ഇറക്കേണ്ടത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല. ഇപ്പൊ എനിക്കിപ്പോൾ ഈ പടം അഭിനയിച്ചു എനിക്കവിടെ വലിയ കുറേ വേഷങ്ങൾ വരും എന്നുള്ളതല്ല എൻ്റെ പ്രതീക്ഷ. എനിക്ക് കിട്ടിയ വേഷം ഞാൻ ഭംഗിയാക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഏതൊരു നടനും നടിയുമാണെങ്കിലും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു ക്യാരക്ടർ കൊടുത്താലും 100% പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ ആർക്കും പറ്റില്ല. അത് വിദേശത്തുള്ള തുടങ്ങി നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ, പിന്നെ മലയാളത്തിലെ മലയാള സിനിമയുടെ അച്ചുതണ്ടുകളായിട്ടുള്ള 2 അച്ചുതണ്ടാണ് മലയാള സിനിമ, ഒന്ന് മമ്മൂക്ക ഒന്ന് മോഹൻലാൽ. അവർ വരെ പച്ചനെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ ഒരു നടനും ഒരു ക്യാരക്ടറും പറ്റില്ല. എത്ര നമ്മൾ അഭിനയിച്ചാലും ശരിയാണ്, നമ്മളെ സ്ക്രീനിൽ കാണുമ്പോൾ അവിടെ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു,
അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മൾ എത്ര നന്നായിട്ട് നമുക്ക് അഭിനയിച്ചാലും ശരിയാണ്, പോരായ്മകൾ അവിടെ എവിടെയെങ്കിലും ഇത്തിരി ഉണ്ടാവും. നമ്മൾ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നന്നാകും, നമുക്ക് ഇങ്ങനെ കുറെ വേഷങ്ങൾ കിട്ടിയ സന്തോഷം, അത് നന്ദി പറയാന്നുള്ളതാണ്. അല്ലെങ്കിൽ നാളെ ഞാൻ ഇൻഡൻസ് ചെയ്ത പോലെ ഹോമിൽ ഒരു ബ്രേക്ക്, ആ ബ്രേക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ ചെയ്യുന്നത്. എന്നെ താല്പര്യം ഉണ്ടെങ്കിൽ, എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലേ ഡയറക്ടർ വിളിക്കുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ വേഷം തരുന്ന വേഷം ഭംഗിയാക്കുക. 90s കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെയുള്ള നല്ല. തീർച്ചയായിട്ടും 100% വളരെ ആഗ്രഹമുണ്ട്. ഇപ്പം കൊതിയാണ് ഇപ്പം ചെയ്യാനായിട്ട്. വരുന്നുണ്ട്, കുറേ കഥകൾ വന്നു, ഒരു കഥ പോലും എടുക്കാൻ പറ്റിയില്ല. കാരണം കോമഡി എഴുതാൻ ബുദ്ധിമുട്ടാണ്, കോമഡി അഭിനയിക്കാനും ബുദ്ധിമുട്ടാണ്, കോമഡി എടുക്കാനും ബുദ്ധിമുട്ടാണ്. മൂന്നും അതിൻ്റെ വശങ്ങൾ കറക്റ്റ് ആയില്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല. അന്ന് പറയുന്ന കഥകൾ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, ചിലത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, എല്ലാമല്ല. ചിലത് ഞാൻ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് പോയിട്ട് അതിൽ വർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇത്ര ക്യാരക്ടറാണ് അതിൽ എനിക്ക് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വർക്കിൽ നടക്കുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു സുഖമില്ലാത്ത കഥകളാണ്, എന്തെങ്കിലും തമാശകൾ പറയുക എന്നുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ വെറുതെ കുറേ ചെറിയ അഭിനയിച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിലത് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പൊ നല്ല കോമഡി സിനിമകൾ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് തീർച്ചയായിട്ടും അഭിനയിക്കാൻ പറ്റും. അതിനെപ്പോഴും ഞാൻ കൊതിച്ചിരിക്കണം. അത് റേഷൻ പോലെയാണ് നമ്മുടെ കോമഡി. അശോകേട്ടാ, അതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ചേട്ടൻ പറയും കോമഡി ഉണ്ടാക്കാൻ പാടാണ്, ചെയ്യാൻ പാടാണെന്ന്. അപ്പം ഒരുപാട് പ്രേക്ഷകരെ ചിരിപ്പിച്ച എന്നും ഓർക്കുന്ന ഒരു പടമാണ് CID മൂസ. അപ്പോൾ നോർമലി എല്ലാ പടങ്ങളിലും രണ്ടാം ഭാഗം വരുമ്പോൾ അതിന് വേറൊരു വേഷം പോലെ ചെയ്യുന്ന സമയത്ത് മിക്ക പടങ്ങളും അങ്ങനെ വിജയിക്കാറില്ല. CID മൂസ 2 വരാൻ പോകാമെന്നവർക്ക് പ്ലാനിങ് കേൾക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് അങ്ങനെ പേടിയുണ്ടോ? ആദ്യത്തെ പോലെ ഇത് വർക്കൗട്ട് ആകുമോ കോമഡി യൂണിയൻ? അതിന്റെ വേറൊരു വശം പറഞ്ഞു. ഇപ്പൊ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്നൊരു സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ്. ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാല് പഞ്ചാബി ഹൗസ് ജനങ്ങളുടെ മനസ്സിലുണ്ട്, വേൾഡ് മലയാളികളുടെല്ലാം മനസ്സിലുണ്ട് സിനിമ. അത്രയെങ്കിലും ആവണം, അതിന്റെ മേളിലാണ് വരേണ്ടത്. അത്രയെങ്കിലും ആയില്ലെങ്കിൽ പഞ്ചാബി ഹൗസ് മനസ്സിലുണ്ടായ എല്ലാ ഇതും പോകും. അപ്പൊ ഭയങ്കര പേടിച്ചെന്നെ ചെയ്യണ്ട. അപ്പൊ ഞാൻ മാത്രമല്ല, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ എല്ലാം കറക്റ്റായിട്ട് കയറിയെങ്കിൽ മാത്രമേ ചെയ്യൂ. അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. അത് CID മൂസയും അങ്ങനെ തന്നെയാണ്. അതിന്റെ മേലേക്ക് വരണം, അതിന് ഒപ്പമെങ്കിലും നിൽക്കണം. അപ്പൊ നമ്മളല്ലെങ്കിൽ അവർക്ക് ചെയ്തു വെച്ചതിന്റെ പേര് കൂടി പോകും. ചിലപ്പോൾ പ്ലാനിങ് ഉണ്ടെന്ന് പറയുന്നു.